മഹിയേട്ടാ. ഉറക്കത്തിൽ ഗൗരിയുടെ വിളി കേട്ടാണ് അലിന് ഞെട്ടി ഉണർന്നത്. എന്താ ഗൗരി മോളെ, നീ സ്വപ്നം കണ്ടോടി? എഴുന്നേറ്റിരിക്കുന്ന ഗൗരി നോക്കി അലീന ചോദിച്ചു. ഞാൻ സ്വപ്നം കണ്ടത് അലീന. നീ നിലവിളിച്ചതുപോലെ തോന്നി എനിക്ക്. അത് മഹിയേട്ടനോ? ഞാൻ മഹിയേട്ടന് സ്വപ്നം കണ്ടു അലീന. എന്നെ ഗൗരി എന്ന് വിളിച്ചത് ഞാൻ എൻ്റെ തൊട്ടടുത്ത് കേട്ട പോലെ തോന്നി. അത് സാരില്ല, സ്വപ്നല്ലേ, നീ കിടന്നുറങ്ങ്. എന്തെങ്കിലും വയ്യായ്ക്കോ മറ്റോ ആവോ അലീന മഹിയേട്ടന്? അതുകൊണ്ടാണോ ഞാൻ സ്വപ്നം കണ്ടത്? നീ ഇന്ന് രാവിലെ സിദ്ധിച്ചേട്ടൻ ഒക്കെ വന്നപ്പോൾ ആളെ ഓർത്തില്ലേ, അതുകൊണ്ടാവും. ഗൗരി, ഇനി നീ അതൊന്നും ഓർക്കനടി. അതൊക്കെ നിനക്ക് വിഷമം മാത്രമേ തരൂ. എവിടെയായിരുന്നാലും ആരുടെ കൂടെയാണെങ്കിലും മഹിയേട്ടന് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരുന്നാൽ മതി. അതൊന്നും അറിഞ്ഞാൽ മതി. എനിക്ക് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ അലീന? അതൊന്നും നമുക്കറിയാൻ പറ്റില്ല. എവിടെ ആരോട് ചോദിക്കും? അതുമല്ല, ആ ചാരും പെണ്ണും പിള്ളയും ആ തള്ളയും അറിഞ്ഞ പിന്നെ നമ്മളെ വെച്ചേക്കില്ല. അതുകൊണ്ട് വേണ്ട ഗൗരി, ആ മനുഷ്യൻ എവിടെയെങ്കിലും ഹാപ്പി ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നീ. എന്നിട്ട് സമാധാനത്തോടെ കിടന്നുറങ്ങ. ഗൗരിയും ചേർത്ത് പിടിച്ച അലീന പിന്നെ ഉറങ്ങാൻ ഗൗരിക്കായില്ല. ഏതൊക്കെയോ ചിന്തകളിൽപ്പെട്ട് ആ മനസ്സ് പതറിക്കൊണ്ടിരുന്നു. രാവിലെ തന്നെ ഗൗരി ഉണർന്ന് എഴുന്നേറ്റ് കുളിച്ച് റെഡി താഴേക്ക് വന്നു. എവിടെ പോവാ ഗൗരി നീ? ബീനാമേ, ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാവേ. എന്താ മോളെ, എന്തു പറ്റി? ഒറ്റയ്ക്കാണോ പോകുന്നത്? അലീനെ കൂടെ വിളിക്കായിരുന്നില്ലേ? അവൾ ഉറങ്ങുവാണ്, ഞാൻ വേഗം പോയിട്ട് വരാം. അവൾക്ക് ഇന്ന് എന്തൊക്കെയോ വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. എഴുന്നേറ്റാൽ റിയവൻ പറയണേ. ബീനാമേ, ഞാൻ വന്ന ഉടൻ പോകാവേ. മോള് പോയിട്ട് വാ. ബീനമ്മ പറയാം. മൂളിക്കൊണ്ട് നടന്നു പോകുന്നവളെ കാണാൻ ബീനയ്ക്ക് എന്തോ വിഷമം തോന്നി. ഇളയമ്മേ, എന്തിനാ അലീന നീ ഇങ്ങനെ ബഹളം വെക്കുന്നത്? ഗൗരി എവിടെ? വല്ലിപ്പച്ചനെ വിളിച്ച് പെണ്ണ് നടക്കാൻ പോയോ? ഇല്ലല്ലോ, കൊച്ചു അമ്പലത്തിൽ പോയതാ. നീ ഉറക്കായതുകൊണ്ടാണ് പറയാതെ പോയത്. മോള് വരുമ്പോൾ നിന്നോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞു. അവൾ ഇന്നലെ അവളുടെ മഹിയേട്ടനെ സ്വപ്നം കണ്ടു. രാത്രി ഉറക്കത്തിൽ നിലവിളിച്ച് ഞെട്ടി ഉണർന്നു. എന്താണാവോ എൻ്റെ കൊച്ചിന് മാത്രം എന്ന് സങ്കടം. ആ മഹേഷിൻ്റെ വിവാഹം നടക്കാതിരുന്നാൽ മതിയായിരുന്നു. അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു മഹിയേട്ടന്. അതുപോലെ തന്നെ അവൾക്കും. തമ്മിൽ കാണുമ്പോൾ ഒരു ഓട്ടം ഉണ്ട് ഗൗരിക്ക്. എന്നിട്ട് ആ ചേട്ടൻ നെഞ്ചോട് ചേർന്ന് പറ്റി നിൽക്കും. അവൾ ബീനിയമ്മ വന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എങ്ങനെ സഹിച്ചെന്ന് ഓർത്ത് നോക്കിക്കേ ബീനാമേ. ദൈവം അവൾക്ക് അതിനുള്ള ശക്തി കൊടുക്കും മോളെ. ഇല്ല ഇളയമേ, മരിക്കണോ ജീവിക്കണോ എന്ന് പോലും തീരുമാനിക്കാനാവാതെ ഉറങ്ങാതെ ഉണ്ണാതെ എൻ്റെ ഗൗരി കഴിച്ചുകൂടി നാളുകൾ ഓർക്കാൻ പോലും വയ്യ. മോള് കൂടെ ഉണ്ടായില്ലേ, നമ്മുടെ കുട്ടിയാണെന്ന് അറിയും മുൻപ്. മോളും അവളെ ചേർത്ത് പിടിച്ചില്ലേ, അത് മതി. അതെ, എനിക്കൊരു ചായ കൂടെ തരുമോ? പിന്നെന്താ, വാ, ഇന്ന് അമ്മയും അപ്പയും ഒക്കെ വരും കേട്ടോ. അലീന തലമുടി വെട്ടി നാശാക്കിയതിന് നിനക്ക് നല്ലത് ഡേയ്സറിന്ന് കിട്ടും. എൻ്റെ പൊന്നിളയമേ, അമ്മ വന്ന ഉടനെ ഒന്നും പറയല്ലേ, ഞാൻ പതിയെ സോപ്പിട്ട് പറഞ്ഞോളാം. ആയിക്കോട്ടെ, ചെന്ന് റെഡിയാവ്. കൊച്ചിച്ചി ഇപ്പോൾ വരും. അലീന ചാടത്തുള്ളി റൂമിലേക്ക് പോയി. അമ്പലത്തിന് മുന്നിലെ ആൽമരത്തിന് ചുവട്ടിലെ ഇരിപ്പാടത്തിലിരുന്ന് ഗൗരി ദൂരേക്ക് നോക്കി. മുന്നോട്ട് വയലാണ്. നെൽകൃഷി ചെയ്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞു കിടക്കുന്ന നിലം. ഇതുപോലെ ഒരു വയൽ മഹിയേട്ടൻ്റെ വീടിന് മുന്നിലെ റോഡിനപ്പുറം ഉണ്ട്. അതിന് അക്കരെയാണ് സൗമ്യേച്ചിയും ശംഭു ചേട്ടനും ഒക്കെ താമസിക്കുന്ന വീട്. അവിടെ കുഞ്ഞുവാവ ഇപ്പോൾ വലുതായിട്ടുണ്ടാകും. മഹിയേട്ടൻ്റെ കുഞ്ഞും അവിടെ കുഞ്ഞും ഒരുമിച്ച് കളിച്ചു വളരുന്നുണ്ടാകും. അന്ന് സൗമ്യയുടെ വയറ്റിൽ കൈവച്ചപ്പോൾ അറിഞ്ഞ അനക്കം ഇപ്പോഴും അറിഞ്ഞെന്ന പോലെ ഗൗരിയുടെ ശരീരം കുളിർന്നു. ഗൗരിമോളെ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? അരുൺ കാർ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പോലും അറിയാതെ വിദൂരത്തിലേക്ക് നോക്കിയിരിക്കുന്ന ഗൗരി അവൻ തട്ടി വിളിച്ചു. ചേട്ടായി, ഇതെപ്പോൾ വന്നു? ഞാൻ അടുത്ത് വന്ന് വിളിച്ചിട്ട് പോലും അറിയാതെ ഇരിക്കാനും മാത്രം എന്താ കൊച്ചൻ നിൻ്റെ ഈ കുഞ്ഞിത്തലയിൽ പുകയുന്നത്? അരുൺ ഗൗരിയുടെ തലയിൽ തലോടി ചോദിക്കേ അവളുടെ മിഴികളും നിറഞ്ഞു. ഒന്നുമില്ല ചേട്ടായി, വാ നമുക്ക് പോവാം. മോളും അകത്ത് കയറി തൊഴുതു. എന്താ ഇത്രയേറെ സങ്കടത്തിൽ പ്രാർത്ഥിച്ചത്? ഞാൻ മഹിയേട്ടനെ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു. അതിനെന്താ, കൊച്ചു എന്തെങ്കിലുമൊക്കെ ഓർത്ത് കിടന്നിട്ടുണ്ടാകും. ഗൗരി ഇന്ന് ഉറക്കി വിളിച്ചു മഹിയേട്ടൻ. അതിനെന്താ, മുൻപും അങ്ങനെ വിളിച്ചിട്ടില്ലേ, അതാകും കൊച്ചു കണ്ടത്. മഹിയേട്ടൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു ചേട്ടായി. അപ്പോൾ ആൾക്ക് എന്തോ വിഷമമുണ്ടെന്ന് തോന്നി. ദേവിയോട് പ്രാർത്ഥിച്ചാൽ ആ സങ്കടം കുറച്ച് കൊടുക്കും. അതിനാ ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ വന്നത്. ഗൗരിയെ നെഞ്ചോട് ചേർത്ത് നിറക്കിൽ മുത്തുമ്പോൾ അരുണിൻ്റെ പോക്കറ്റിൽ കിടന്ന് മിന്നുന്ന ഫോണിൻ്റെ അങ്ങേ തലയ്ക്കിൽ ആ ശബ്ദത്തിന് കാതോർത്തൊരുവൻ്റെ മിഴികളും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അവൻ്റെ ഹൃദയം അതിവേഗം മിടിച്ചുണ്ടാർത്ത് വിളിച്ചു, എൻ്റെ ഗൗരിയെന്ന്. ചേട്ടയുടെ ഗൗരി കൊച്ച്, വാ നമുക്ക് പോവാം. മോളിങ്ങിട്ട് വന്നിട്ട് ഒത്തിരി നേരമായോ? 7 മണിക്ക് വന്നതാണ്. ഇപ്പം എത്രയെന്ന് അറിയോ? അറിയില്ല ചേട്ടായി, എത്രയായി? അലീന ഇന്ന് എന്നെ കൊല്ലും. മാളിൽ പോകാൻ രാവിലെ റെഡിയാവണമെന്ന് പറഞ്ഞതാണ്. വാ ചേട്ടായി, വേഗം പോവാം. അവളുടെ സംസാരവും വെപ്രാളവും കണ്ട അരുണ് അങ്ങ് ഒരുവനും ഒരുപോലെ ചിരിച്ചുപോയി. കാർ കൊണ്ടു നിർത്തി ഉടനെ പാറിപ്പറന്ന് ഗൗരി വീടിനുള്ളിലേക്ക് പാഞ്ഞു. അലീന പെണ്ണേ,
റൂമിന് മുന്നിലെത്തിയതും ഗൗരി പിടിച്ചു നിർത്തിയതുപോലെ നിന്നും ഗൗരിയെ നോക്കി പല്ല് കടിച്ച് കൈയും കെട്ടി നിൽക്കുന്ന അലീന. എന്ത് ഇത്രയും നേരം എവിടെയായിരുന്നു? അതും ഈ എന്നോട് പറയാതെ എന്നെ കൂട്ടാതെ എവിടെ പോയതാ? അതുണ്ടല്ലോ അലീന, ഞാനുണർന്നപ്പോൾ എനിക്കൊന്ന് ദേവിയെ കാണണമെന്ന് തോന്നി, അതിന് പോയതാ പെണ്ണേ. ദാ നമുക്കിപ്പോൾ പോകാം, മാളിൽ വാ. ഗൗരി റൂമിൽ കയറി പ്രസാദം വെച്ചിട്ട് തിരികെ വന്നു. പോകാമോ അലീന? നീ വല്ലതും കഴിച്ചോ ഗൗരി? ഇപ്പം വേണ്ടടി, ഉച്ചയ്ക്ക് കഴിക്കാം, വാ ഇങ്ങോട്ട്. കഴുപ്പിന് അവധി കൊടുത്ത് ഇരിക്കാൻ നോക്കിക്കേ. ഇളമേ കഴിക്കാൻ എടുത്തു. എനിക്കും ഗൗരിക്കും. ചേട്ടായും വന്ന അലീന. ആണോ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അമ്പലത്തിൽ നിന്ന് ഞാൻ ചേട്ടയുടെ കൂടെയാണ് വന്നത്. എന്നിട്ട് ഇവിടെ വന്നതും ഓടി അലീനയുടെ അടുത്തേക്ക് പോയി. ഞാൻ വീട്ടിലേക്ക് കയറിയോ എന്ന് പോലും നോക്കിയില്ല. ചേട്ടായെ പൂച്ച പിടിക്കോ? അവളെ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങളിവിടെ മാളിൽ പോകാൻ തയ്യാറാവുകയാണ്. ബീന കൊണ്ടുവച്ച അപ്പവും മുട്ട റോസ്റ്റും തട്ടിവിട്ടാണ് അലീനയുടെ പറച്ചിൽ. എൻ്റെ പൊന്നു കുഞ്ഞെ, ആ കല്യാണത്തിൻ്റെ പേരും പറഞ്ഞ് ഒരാവശ്യമില്ലാതെ എന്തിനാടി ഈ കാശ് ഇങ്ങനെ ചെലവാക്കുന്നത്? അതോ ചേട്ടായി, എൻ്റെ കല്യാണം, എൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ, എൻ്റെ വല്യപ്പച്ചൻ്റെ കാശ്, അതിന് ആർക്ക് കണക്ക് കൊടുക്കണം? നീ ഇത് എന്തൊക്കെയാ ഗൗരി പറയുന്നത്? ഇന്നലെ പാർലറിൽ പോയപ്പോൾ മുടി വെട്ടാൻ ആൻ്റോട് ചോദിക്കാൻ പറഞ്ഞതിന് ഇതുപോലെ എന്നോട് പറഞ്ഞു. അത് ഞാൻ ഇന്നത്തെ രീതിക്ക് അനുസരിച്ച് പറഞ്ഞത് മാത്രം. കുറ്റം പറയുന്നോടി എന്നെ. അലീന ഗൗരി നോക്കി കണ്ണുരുട്ടി. നീ തലമുടി വെട്ടി അലീന, എത്ര നല്ലതായിരുന്നു അതിങ്ങനെ നീണ്ടു കിടക്കുന്നത് കാണാൻ. ഓ, എനിക്കതിഷ്ടമല്ല, അതാണ് വെട്ടിയത്. ഇപ്പോൾ ഞാൻ കുറച്ചൊരു സുന്ദരിയായില്ല ചേട്ടായി. സത്യം പറയണോ കള്ളം പറയണോ അലീന ചേട്ടായി? സത്യം പറയണം മാക്രി, നീ ഒട്ടും കൊള്ളില്ല. ആ സിബിന് നിന്നെ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്? ആ ചക്കൻ ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ചിട്ട് നല്ല കുട്ടികളൊന്നും കണ്ടില്ലേ എന്നാ ഞാൻ ആലോചിക്കുന്നേ. പറഞ്ഞിട്ട് അരുൺ ജീവനം കൊണ്ട് ഓടി. നീ വരുമടാ അലീന മോളെ എന്നും വിളിച്ച്. എന്നാകും ഞാൻ ഒട്ടും കൊള്ളില്ലെന്ന് പറഞ്ഞല്ലോ. സത്യമാണോടി ഗൗരി? അലീന തിരിഞ്ഞ് ഗൗരിയെ നോക്കി. എൻ്റെ അലീന സുന്ദരിയാണ്, ഈ മുഖം പോലെ മനസ്സിനും സൗന്ദര്യമുള്ളവൾ. അലീനയും കെട്ടിപ്പിടിച്ച് പറയുമ്പോൾ ഗൗരിയുടെ ചുണ്ടുകൾ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അലീനയുടെ നെറുകിൽ അമർന്നു. അലീനയും ഗൗരിയും പോയതിനു ശേഷമാണ് ഡെറിക്കും വല്യപ്പച്ചനും അരുണും ഒത്തുകൂടിയത്. പോയ കാര്യം എന്തായി അരുണേ? കൊച്ചിന് സന്തോഷിക്കാൻ വകയുണ്ടോ? വല്യപ്പച്ചനും ഡെറിക്കും അത് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. വകയുണ്ട് എന്ന് വെച്ചാൽ മഹേഷ് വിവാഹം കഴിച്ചില്ല എന്നാണോ? അതെ, അയാൾ വിവാഹം കഴിച്ചിട്ടില്ല, ഗൗരിയെ മറന്നിട്ടുമില്ല. ഗൗരി ഓർത്ത്, ഗൗരിയെ മാത്രം ഓർത്ത് ഇപ്പോഴും കുറെ അകലെ ഇവിടെ കൊച്ച് ഉരുകി തീരുമ്പോൾ അവനും ഉരുകി കഴിയുന്നുണ്ട്. എൻ്റെ കർത്താവേ, നീ വലിയവനാണ്. എൻ്റെ പൊന്നുമോളുടെ മുഖത്തെ സന്തോഷത്തോടെയുള്ള ചിരി കാണാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. മേലേക്ക് നോക്കി ഇരു കൈകളും ഉയർത്തി ദാനിയേൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ വല്യപ്പച്ച. എന്താടാ? അതെ, ഈ മഹേഷ് കൊച്ചിനെ കാട്ടിലും ഇത്തിരി മുതിർന്നതാണ്. ഇത്തിരി എന്ന് പറഞ്ഞാൽ അതൊരു 10-13 വയസ്സ് കൂടുതൽ വരും. ഓ, അതിത്തിരി കൂടിപ്പോയി ഇല്ല അപ്പച്ച? ഡെറിക്കിന് സംശയം. കൊച്ചിനറിയാലോ, അവൾക്കത് കുഴപ്പമില്ലെങ്കിൽ പിന്നെ അതൊന്നും ഓർക്കണ്ട. അലീനയുടെ വിവാഹത്തിന് മഹേഷ് വരും, കൂടെ അച്ഛനും അമ്മയും. ഞാൻ ശംഭുവിൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി വിളിച്ചിട്ടുണ്ട്. മൂവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു. ഒപ്പം കേട്ടുന്ന ബീനയ്ക്കും. വൈകിട്ടോടെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടി അലീനയും ഗൗരിയും എത്തി. ഇത് എന്തൊക്കെയാ അലീന നീ വാങ്ങിച്ചു കൂട്ടുന്നത്? ടേസ് മുന്നിലേക്ക് വന്നതും അലീന ഒന്ന് പേടിച്ചു. ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ള കുറേ ഡ്രസ്സുകളും മറ്റുമാണ്, അല്ലാതെ ആവശ്യമില്ലാത്തൊന്നുമല്ല. അലീന മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. അത് ശരി, ഞാൻ സമ്മതിച്ചു. നീ എന്തിനാ തലമുടി മുറിച്ചത്? അത് ഞാൻ കുറച്ച് മോഡേൺ ആവാൻ വേണ്ടിയാണ്. ഇപ്പം ഞാൻ മോഡേൺ ആയില്ലേ വല്യപ്പച്ച? ദാനിയേലിനെ നോക്കി കണ്ണുകൊണ്ട് എന്നെ രക്ഷിക്കുക എന്ന പോലെ അലീന അയാളെ നോക്കി. ഡേസിയെ, പിള്ളേർ അവർക്ക് ഇഷ്ടമുള്ള പോലെ നടക്കട്ടേടി. എന്നാൽ എൻ്റെ അപ്പച്ച എത്ര നല്ല മുടിയായിരുന്നു. ഇവളെപ്പോലെയല്ലേ ഗൗരിമോള്? അവളിതുപോലെ വല്ല കോപ്രയും കാണിക്കുന്നുണ്ടോ? വയസ്സ് 20 കഴിഞ്ഞു, അതിൻ്റെ എന്തെങ്കിലും പക്വതുണ്ടോ? ഇനിയും ആ കത്രിമേനയുടെ വായിൽ നിന്നും കൂടെ എന്നെ കേൾപ്പിക്കണം. ഒന്നും മിണ്ടാതിരിക്കും ഡേസി. കൊച്ചുങ്ങൾ അതുങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കട്ടെ. അവർ ചീത്തപ്പേരൊന്നും കേൾപ്പിക്കുന്നില്ലല്ലോ. നീ വാ, നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ടേസറെ കൈയും പിടിച്ച് ബീന കിച്ചണിലേക്ക് പോയി. ഗൗരിമോളുടെ മഹേഷിന്റെ കാര്യം പറയണ്ട അല്ലെ ബീനെ? അന്ന് കാണുമ്പോൾ ഒന്ന് ഞെട്ടട്ടെ. പെട്ടെന്ന് തന്നെ ഇനി ഗൗരിയുടെ വിവാഹവും നടത്തണം ബീനെ. അതിനു മുൻപ് അവളെ ഒന്ന് ജീവൻ വെപ്പിച്ചെടുക്കണം നമുക്ക്. ശരിയാണ്, ഒന്നാമത് സമയത്ത് ആഹാരം കഴിക്കില്ല. മുൻപ് അലീന പറഞ്ഞിരുന്നു, ശ്രീയമ്മയുടെ കൂടെയായിരിക്കുമ്പോൾ അവൾ എന്ത് കഴിക്കുമോ അത് കൃത്യമായി മഹേഷും അവൻ്റെ അമ്മയും ചേർന്ന് അവളെ കഴിപ്പിക്കുമെന്ന്. അവനും അതെങ്ങനെ അവളുടെ ഉള്ളിൽ എത്തിക്കണമെന്നറിയാം എന്ന്. നമ്മൾ കഴിക്കുമെന്ന് പറഞ്ഞാൽ നുള്ളിപ്പറക്കിയിരിക്കും കൊച്ച്. ബീന പറഞ്ഞു നിർത്തുമ്പോൾ ഗൗരി പിന്നീലൂടെ വന്ന് അവരെ ചുറ്റിപ്പിടിച്ചു. ഇവിടെ പറഞ്ഞത് കുറച്ചൊക്കെ അവൾ കേട്ടെന്ന് അവർക്ക് മനസ്സിലായി. എങ്കിലും അതിനെപ്പറ്റി പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല. മോള് വാ, വന്ന് എന്തെങ്കിലും കഴിക്ക്. എന്താ ബീനമ്മ കഴിക്കാൻ? കോഴിയും പിടിയും. മോൾക്ക് ഇഷ്ടമല്ലേ അത്? ഇഷ്ടമാണ്. ഞാൻ അലീനയെ കൂടെ വിളിക്കട്ടെ ആൻറ്റി? നീ വിളിക്കണ്ടടി, ഞാനിങ്ങെത്തി.
പിന്നെ ഇരുവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. അലീന, ഞാൻ പപ്പയുടെ റൂമിലാണ് കേട്ടോ. അതെന്താ ഗൗരി? ഞാൻ ഇനി കുറച്ച് ദിവസമല്ലേ നിന്റെ കൂടെ ഇവിടെ കാണൂ? അത് കഴിഞ്ഞ് നീ ഇങ്ങോട്ട് വരില്ലേ? അത് വരും, പക്ഷെ അപ്പോൾ നിന്റെ കൂടെ വന്ന് കിടക്കാൻ പറ്റുമോ? എനിക്ക് ഞാൻ എൻ്റെ സിബിസിൻ്റെ കൂടെ എൻ്റെ മുറിയിൽ കിടക്കും. അലീന നാണം കാണിച്ച് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ കല്യാണം കഴിയും വരെ നീ എൻ്റെ കൂടെ കിടക്കുവേണേ. ഗൗരിയുടെ കവളിൽ കിള്ളി അലീന പറഞ്ഞു. ഓ, ഞാൻ വന്നോളാം, ഇനി അതിനൊന്നും പറയണ്ട. ഇരുവരും ചേർന്ന് കിടക്കുമ്പോൾ രണ്ടാളുടെ ഉള്ളിൽ ഒരു വിങ്ങലായിരുന്നു. ഇനി 4-5 ദിവസം അത് കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റോ എന്നുള്ള ചിന്തയിൽ കിടന്ന് രണ്ടാളും ഉറക്കത്തെ പുഴുകി. ആ നേരം അങ്ങ് ദൂരെ ഇരുന്ന ഒരുവൻ തൻ്റെ പ്രാണനെ കാണാനും സ്വന്തമാക്കാനും നിമിഷങ്ങൾ എണ്ണി കാത്തിരിപ്പായിരുന്നു. മഹിമോനെ, നമുക്ക് രോഹിണിമോളോടും സുധാകരനോടും കാര്യം പറയണ്ടേ? അല്ലെങ്കിൽ അവർ ഇനിയും നിന്നെ പ്രതീക്ഷിക്കും. അവരോട് പറയണം, ഞാൻ ഇതുവരെയും അവരോട് എന്നെ കാത്തിരിക്കാനോ പ്രതീക്ഷിക്കാനോ പറഞ്ഞിട്ടില്ലല്ലോ. അച്ഛാ, എന്നോട് താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ ഗൗരിയെക്കുറിച്ചും ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചും ഇരുവരോടും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, പക്ഷെ ഇത്രയും നാളുകൊണ്ട് അവർ നിന്നെ ആഗ്രഹിച്ചിട്ടുണ്ട് മഹി. അത് അച്ഛനറിയാം. മിന്നോട് ഞാൻ ഇത് നേരത്തെ ഒന്നും പറഞ്ഞില്ല, ഇനി പറയാം അല്ലേ? അച്ഛന് ധൃതിയായി എൻ്റെ മോളെ ഒന്ന് കാണാൻ. ഇനിയും വൈകാതെ കൊച്ചിനെ ഇങ്ങ് കൊണ്ടുവരണം മഹി. ഗൗരിയെ കാണാൻ പോകുമ്പോൾ ആ കാര്യം പറയാൻ അമ്മ മാമനെ വിളിച്ചാലോ അച്ഛാ? ഇപ്പൊ കുറേയായി വിളിയും പറയലും ഒന്നുമില്ലല്ലോ മോനെ. അതുമല്ല, നിനക്കൊരു വിഷമം വരണമെന്നൊന്നും നിന്റെ അമ്മ ആഗ്രഹിക്കില്ല. അതൊക്കെ എനിക്കും അറിയാച്ചാ. പക്ഷെ ഇനിയും മാമനും മാമിയും വിരിക്കുന്ന വരയിൽ അമ്മ കൊടുങ്ങാതിരുന്നാൽ മതി. നീ എന്തായാലും ബാങ്കിലേക്ക് പൊയ്ക്കും. ഇവിടെ സുധാകരനോടും മീനിയോടും രോഹിണിയോടും ഞാൻ പറഞ്ഞോളാം. എന്നാൽ ഞാൻ പോയിട്ട് വരാച്ചാ. ബുള്ളറ്റും എടുത്ത് തല ഉയർത്തിപ്പിടിച്ച മഹേഷ് പോകുന്നത് രോഹിണി ജനലിലൂടെ നോക്കിയെന്നും അവൾക്ക് അവനോട് വല്ലാത്ത പ്രണയം തോന്നി. അതേസമയം അവൻ്റെ പ്രണയമായ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഗൗരിയോട് അസൂയയും തോന്നി. മോളൊന്ന് ലീവാണോ? അതേലോ അച്ഛാ, മാനേജർ സാർ പോയല്ലേ? ഞാൻ കണ്ടു. പോയി. സുധാകരൻ ഇങ്ങോട്ടിരിക്കെ. മോള് ചെന്ന് മിനിയെ വിളിച്ചിട്ട് വാ, അച്ഛനൊരു കാര്യം പറയാനുണ്ട്. രോഹിണി അടുക്കളയിൽ ചെന്ന് മിനിയെ വിളിച്ചുകൊണ്ട് വന്നു. എന്താ ഇപ്പോൾ അത്യാവശ്യം? ഞാൻ ജോലിയിലായിരുന്നു ദേവേട്ട. മഹി ഉച്ചയ്ക്ക് വരുമെന്ന് പറയുന്ന കേട്ടല്ലോ, അതുകൊണ്ട് അവൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചു. അതിനിപ്പോൾ എന്താമേ, ഞാനും കൂടാ. അപ്പോൾ പെട്ടെന്ന് പണിയും കഴിയും. അതൊന്നും വേണ്ട മോളെ, ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. ദേവേട്ട കാര്യം പറയേ. അവർ രോഹിണിക്ക് അരികിൽ സെറ്റിലേക്ക് ഇരുന്ന മഹാദേവനെ നോക്കി പറഞ്ഞു. ഞാൻ പറയുന്നത് 3 പേരും സമാധാനത്തിൽ കിടക്കണം, പ്രത്യേകിച്ച് രോഹിണി. എന്താച്ചാ? അച്ഛൻ കാര്യം പറയേ. ബുധനാഴ്ച ഞങ്ങൾ നാട്ടിലേക്ക് പോകും. നാട്ടിലേക്കോ? എന്താ മഹാദേവ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? ഗൗരിമോളുടെ ആങ്ങളെയും ചെറിയച്ഛനും ഒക്കെ വിളിച്ച കൊച്ചിനെ മഹിക്ക് കൊടുക്കാൻ അവർക്ക് സമ്മതമാണെന്ന്. എൻ്റെ ദേവി, നിന്റെ പ്രാർത്ഥന കേട്ടു. മിനിയുടെ കണ്ണുകൾ ഒഴുകിയിറങ്ങി. ഒന്നും പറയാനോ ഇരിക്കുന്നിടത്തുനിന്നും ചലിക്കാനോ കഴിയാതെ രോഹിണി തളർന്നിരുന്നു. എൻ്റെ മഹി ഇവിടെയും ആ പെൺകുട്ടി അവിടെയും ഒഴുകി കണ്ണുനീര് ദൈവം കണ്ടിടും. മഹാദേവന്റെ തൊണ്ടയറി. നിങ്ങൾക്കൊക്കെ അറിയാം, കാണാതെ അറിയാതെ പറഞ്ഞു കേട്ട് എൻ്റെ മോൻ്റെ മനസ്സിൽ കയറിപ്പോയതാണ് ആ മോളും. അവൾക്കും ഒന്നിക്കാൻ യാതൊരു തടസ്സവും ഇല്ലാതിരിക്കെ മിനിയുടെ പിടിപ്പുകേട് കൊണ്ട് നഷ്ടമായതാണ് എൻ്റെ മകന് അവൻ്റെ പ്രണയത്തെ. ഇപ്പോഴും എനിക്ക് ഉറപ്പുണ്ട്, മിനി മനസ്സോടെ കൂടെ നിന്നാൽ മാത്രമേ ഗൗരി മഹിയുടേതാകും. അത്ര നല്ല കുഞ്ഞാണ് ഗൗരി. അവൾക്ക് മാറ്റിയിരുന്ന ഒന്നും പിടിച്ചു വാങ്ങാനോ ആരെയും നോവിക്കാനോ കഴിയില്ല. എനിക്ക് 100 വട്ടം സമ്മതമാണ് ദേവേട്ട. എൻ്റെ മോൻ എൻ്റെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ നിന്ന് സംസാരിച്ചിട്ട് വർഷങ്ങളായി. എനിക്ക് മോളെ കൂടെ കൂട്ടിയാൽ മതി. കരഞ്ഞുകൊണ്ട് മിനി പറയവേ മഹാദേവന് അവരെ ഓർത്ത് പാവം തോന്നി. അന്ന് എടുത്ത് ചാടി ഓരോന്ന് ചെയ്തതാണ്. പിന്നീട് അതോർത്ത് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വിവാഹം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ളോ ചോദിക്കുമ്പോൾ സുധാകരൻ ശബ്ദം പതിഞ്ഞുപോയി. അതറിയില്ല, മഹി 1 മാസം ലീവായിരിക്കും. ഇതിനിടെ എന്താണെന്ന് തീരുമാനിക്കണം. അതിന് ഞങ്ങൾ ഇവിടെയോ ആറ്റിങ്ങളോ നിൽക്കാൻ മഹിക്ക് താല്പര്യമില്ല. ഇപ്പോൾ പത്തനംതിട്ട മോളെ തറവാടിൻ്റെ കുറച്ച് മാറി ഒരു വീട് നോക്കാമെന്ന് മഹി പറഞ്ഞു. തൽക്കാലം അവൻ്റെ ഒരു ഫ്രണ്ട് വഴി ഒരു വാടക ഇവിടെ ഒത്തിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ആണോ മഹാദേവൻ ഉദ്ദേശിച്ചത്? അതെനിക്കും അറിയില്ലടോ. മഹി അതേപ്പറ്റിയൊന്നും പറഞ്ഞില്ല. പിന്നെ ഇനി അവൻ ഇങ്ങോട്ട് പോകണമെങ്കിലും ഗൗരിമോളുടെ കൂടെ വേണം. ഇനി അവളെയും കൊണ്ടേ അവൻ ആ നാട്ടിൽ നിന്നും എങ്ങോട്ടും പോകും, അതെനിക്ക് ഉറപ്പാണ്. അതെന്തായാലും നന്നായി. ആ കുട്ടി ചെറുതാണെന്ന് പറഞ്ഞിട്ട് അവർ കല്യാണം ഉടനെ നടത്തി തരുമോ? അതും എനിക്കറിയില്ല. അവർ വിളിച്ചിട്ട് ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, മഹി അവൻ്റെ ഗൗരിയെ മറന്നു പോയോ എന്ന്. ആ ചോദ്യം എൻ്റെ ശക്തൻ എങ്ങനെ സഹിക്കും? ഓരോ നിമിഷവും ആ കുഞ്ഞിനെ ഓർത്ത് ഒരുക്കി ജീവിക്കുവാണ് അവൻ. അവർ വിളിച്ച് കൊച്ചിനെ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ മുതലാണ് അവന് ജീവൻ വെച്ചത്. നന്നായിരിക്കട്ടെടോ. പരസ്പരം സ്നേഹിച്ചവർ ഒന്നിച്ച് ജീവിക്കണം. വിവാഹത്തിന് വിളിക്കണം. എനിക്കറിയാം സുധാകര, നിന്റെ മനസ്സ്, അതിലെ വിഷമവും അറിയാം. അതുകൊണ്ടാണ് ഞാനും മഹിയും അന്നേ പറഞ്ഞത്, ഗൗരി അല്ലാതെ ഒരു പെൺകുട്ടി അതാരായാലും മഹിക്ക് കഴിയില്ലടും. അതെനിക്ക് ഉറപ്പാണ്. വിവാഹത്തിന് വിളിക്കും, വരികയും വേണം. അപ്പോൾ ബുധനാഴ്ച എപ്പോഴാണ് പോകുന്നത്? രാവിലെ തിരിക്കും. വൈകുന്നേരത്തോടെ അവിടെ എത്താം. അവിടെ മോളുടെ കസിൻ്റെ വിവാഹമാണ് വ്യാഴാഴ്ച. അപ്പോൾ അതിന് പങ്കെടുക്കണം. പിന്നെ ഇവിടെ കാര്യത്തിന് തീരുമാനമാക്കണം. എന്നാൽ ഞങ്ങൾ മുകളിലേക്ക് പോട്ടെ. രോഹിണി വാ മോളെ.
നിറഞ്ഞ മിഴികൾ തുടച്ചു മാറ്റി രോഹിണി അച്ഛനപ്പം മുകളിലേക്ക് കയറിപ്പോയി. മോൾക്ക് വിഷമമായെന്ന് തോന്നുന്നു ദേവേട്ട. അതിൽ നമുക്ക് പങ്കില്ല. കാരണം തുടക്കത്തിലെ കാര്യങ്ങൾ നമ്മൾ 3 പേരും അവരോട് തുറന്നു പറഞ്ഞിരുന്നു. അപ്പോൾ കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വയ്ക്കട്ടെ ഞാൻ. തൽക്കാലം അത്യാവശ്യമുള്ളത് മതി. ബാക്കി മഹിയുടെ ട്രാൻസ്ഫറിൻ്റെ കാര്യം അറിഞ്ഞിട്ടെടുക്കാം. ഗൗരി മോൾക്ക് എന്നോട് ദേഷ്യമായിരിക്കോ ദേവേട്ട? ഞാൻ കൊച്ചിൻ്റെ മനസ്സ് നോവിച്ചതല്ലേ. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞോളാം. എന്നോട് ക്ഷമിച്ചാൽ മതി എൻ്റെ കുഞ്ഞ്. കണ്ണുനീരോടെ മിനി അത് പറയുമ്പോൾ ഒന്നുറക്കെ കരയാൻ പോലും ചെയ്യാതെ ആരോടും കൂട്ടുനില്ലാതെ ഒറ്റപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ മുഖം അയാൾക്കുള്ളിൽ തെളിഞ്ഞു. ഇന്ന് അവൾക്ക് സ്വന്തം ബന്ധങ്ങളുണ്ട്. എന്നിട്ടും തൻ്റെ മകനെ ഓർത്തവൾ ഉരുകി കഴിയണം. എങ്കിൽ മഹി അവൾ എത്ര കണ്ട് സ്നേഹിച്ചിട്ടുണ്ടാവണം. അവൾക്ക് കഴിയും മിനി നിന്നോട് ക്ഷമിക്കാൻ. കാരണം മഹി അവൾ അത്രയ്ക്ക് സ്നേഹിക്കണം. അപ്പം നിന്നോട് അവൾക്കും എങ്ങനെ ദേഷ്യം കാണിക്കാൻ കഴിയും? അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇനി അഥവാ ദേഷ്യം കാണിച്ചാൽ തന്നെ നീ അത് നിന്റെ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കണം. എനിക്ക് വിഷമമൊന്നുമില്ല ദേവേട്ട. അവർക്കും ആ നിമിഷം തന്നെ ഹോസ്റ്റലിൽ ചെന്ന് ഇനി മഹി കാണരുത്, അവനും ചാരു ഒന്നിക്കുന്നെന്ന് മനസ്സ് കല്ലാക്കി പറഞ്ഞപ്പോൾ ഗൗരി നോക്കിയ ആ നോട്ടം ഇപ്പോഴും മുന്നിൽ കാണുന്ന പോലെ കണ്ണുകൾ ഇറക്കി അടിച്ചു. അത്രമേൽ ദയനീയമായിരുന്നു ആ നോട്ടം.